സോ ഈ എക്സാമിൽ ഈ വട്ടം വരച്ചുകൊണ്ടിരിക്കുന്ന ഈ എറർ എന്താണ്? ഇതിനെന്താ നമ്മൾ കോൾ ചെയ്യുന്നത്? ഈ കൈൻഡ് ഓഫ് എററിൻ്റെ പേരാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റ് ആ പേര് നോക്കി തന്നെ മനസ്സിലാവും. സബ്ജക്റ്റും വേർബും എഗ്രി ചെയ്യണം. വാട്ട് ഈസ് എ സബ്ജക്റ്റ്, വാട്ട് ഈസ് എ വേർബ് അറിയൂ? ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ഡൂവർ ഓഫ് ദി ആക്ഷനാണ്. ഒരു ആക്ഷൻ ചെയ്യുന്ന ആളിനെയാണ്, ചെയ്യുന്ന ആളോ എന്തോ ആയിക്കൊള്ളട്ടെ, അതിനാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് വേർബ്? വേർബ് ഇസ് ദി ആക്ഷൻ done by the doer. Got it? Subject is the doer of the action. Verb is the action done by the doer. ഇതാണ് രണ്ട് സാധനം. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അത് എഗ്രി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അത് എഗ്രി ചെയ്യുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കും? അതിന് കുറച്ച് റൂൾസ് ഉണ്ട്, അത് പഠിച്ചാൽ മതി, എനിക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണ് ആ റൂൾസ്? ഭയങ്കര സിമ്പിളാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്താണ്, വേർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ വേർബും പ്ലൂറൽ ആയിരിക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഹീ ഗോസ് ടു ദ സിനിമ എവറി സിംഗിൾ ഡേ. ഹീ ഗോസ് ടു ദ സിനിമ എവറി സിംഗിൾ ഡേ. ഇവിടെ സബ്ജക്റ്റ് എന്താ? ഹീ. ഹീ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? ഒരാളാണ്, രണ്ട് പേരാണ്? ഒറ്റ ആളല്ലേ ഉള്ളൂ. ഒറ്റ സംഭവം, ഒറ്റ ഒരു യൂണിറ്റ് ആണെങ്കിൽ അത് സിംഗുലർ എന്നാണ് അർത്ഥം. സോ ഹീ ഗോസ് ടു ദി ചർച്ച്. ഓക്കെ, അതിന് നമ്മളെന്താണ്, എസ് ഓർ എസ് നമ്മൾ വേർബിനോട് ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ആ സെൻറ്റൻസ് കറക്റ്റായി. ഹീ ഗോസ് ടു ദ ചർച്ച് എവറി ഡേ. ഇനി വേറെ സെൻറ്റൻസ് എടുക്കാം. ദേ ഗോസ് ടു ദ ചർച്ച് എവറി ഡേ. ഇങ്ങനെ നമുക്ക് സെൻറ്റൻസ് ചെയ്താൻ പറ്റും. ഇത് കറക്റ്റാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാനൊരു അറിയിപ്പ് തരട്ടെ, ആ സെൻറ്റൻസ് തെറ്റാണ്. ദേ ഗോസ് ടു ദ ചേർച്ച് എന്ന് പറയാൻ പറ്റില്ല. ദേ എന്ന് പറഞ്ഞാൽ എന്താ? ദേ പ്ലൂറൽ ആണല്ലേ. ദേ എന്ന് പറഞ്ഞാൽ ഒരാളല്ല, മോർ ദാൻ വൺ, ഒരാൾ കൂടുതലുണ്ട്. അപ്പോൾ അത് പ്ലൂറൽ സബ്ജക്റ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ എന്താണ്, നമ്മുടെ വേർബ് പ്ലൂറൽ ആയിരിക്കണം. വേർബിൻ്റെ കൂടെ എസ് ചേർക്കാത്ത വേർബിനെയാണ് നമ്മൾ എന്താ പറയുക, പ്ലൂറൽ വേർബ് എന്ന് പറയുക. എസ് ഇല്ലാത്ത വേർബ്സ് എന്താണ്? പ്ലൂറൽ വേർബ്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം വേർബിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം യൂസ് ചെയ്യാന്ന് പറയാം. അപ്പോൾ നമുക്ക് ദേ ഗോസ് ടു ദ ചേർച്ച് എന്ന് പറയാൻ പറ്റില്ല, ദേ ഗോ ടു ദ ചേർച്ച് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇതേപോലെ തന്നെ വേറെയും വേർബ്സ് ഉണ്ട്. ബി വേർബ്സ് ഉണ്ട്, പിന്നെ ഹാസ് ഓർ ഹാവ് ഉണ്ട്. ഇത് ഞാനൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കേസിൽ മാത്രമാണ് പറയുന്നത്. മിക്കപ്പോഴും സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് നമ്മൾ ഒരു IELTS റൈറ്റിങ്ങിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ കോമൺ ആയിട്ടുള്ള എറർ എപ്പോഴും ഈ ടെൻസിലാണ് വരാറ്. അപ്പം സിമ്പിൾ പ്രസൻറ്റ് കേസ് മാത്രം പറയുന്നത് കേട്ടോ. ഈ സിമ്പിൾ പ്രസൻറ്റിൽ വേറെയും വേർബ്സ് ഉണ്ട്. ബി വേർബ്സ് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, അതാണ് ബി വേർബ്സ്. പിന്നെ ഉള്ളത് ഹാസ് ഓർ ഹാവ്, ഈ രണ്ട് സംഭവങ്ങൾ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഈസ് അല്ലെങ്കിൽ ആമേ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലാണ് നമ്മൾ ആർ യൂസ് ചെയ്യുക. ഓക്കെ, ഹാവ് ഹാസിൻ്റെ കേസും അതേപോലെ തന്നെ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹാസ് യൂസ് ചെയ്യും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യും. ഒരു എക്സാമ്പിൾ നോക്കാം. ദേ ഹാവ് ബിരിയാണി whenever they go for the party. They have biryani whenever they go for the party. They have biryani. Have യൂസ് ചെയ്യുള്ളൂ, ഹാസ് പറയില്ല. കാര്യം എന്താ? സിമ്പിൾ റൂൾ. ദേ എന്ന് പറഞ്ഞ പ്ലൂറലാണ്. അപ്പോൾ നമുക്ക് പ്ലൂറൽ ഫോം ഓഫ് വേർബ് വേണം. അപ്പോൾ എന്താണ് പ്ലൂറൽ ഫോം ഓഫ് ദ വേർബാണ് ഹാവ്. ഹാവ് ഹാസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹാവ് ആണ് പ്ലൂറൽ ഫോം. ഓക്കെ, സോ ദേ ഹാവ് ബിരിയാണി whenever they go for the party. നേരെ മറിച്ച് നമ്മൾ ഹീ ആണ് യൂസ് ചെയ്യുമെങ്കിലോ, ഹീ ആവുമ്പോൾ ഹീ ഹാവ് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല. സോ വി ഹാവ് ടു യൂസ് ഹാസ്. ഹീ ഹാസ് ബിരിയാണി whenever they go for the party. അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഹീ എന്തുകൊണ്ടാണ് ഹാസ് യൂസ് ചെയ്തത്? ഹീ എന്ന് പറഞ്ഞാൽ സിംഗിളാണ്, ഒറ്റ ആളേ ഉള്ളൂ. അപ്പോൾ സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. സിംഗുലർ വേർബ് ഏതാണ്? ഹാസ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ഈസ്, ആം, ആർ സെയിം റൂൾ തന്നെയാണ്. നമ്മൾ എന്താ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് യൂസ് ചെയ്യും, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ യൂസ് ചെയ്യും. ഓക്കെ, ഹീ ഈസ് എന്നേ പറയുള്ളൂ, ദേ ആർ, പീപ്പിൾ ആർ, തോമസ് ഈസ് എന്നുള്ള രീതിയിൽ. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു റൂൾ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ എക്സാമിനേഴ്സിന് ഇറിറ്റേറ്റ് ചെയ്യുന്ന എറേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ എസ്സേയ്സും അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്ത് സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ട്രൈ അവോയ്ഡിങ് ദി എറേഴ്സ്. ഓക്കെ, ഫ്രം ദിസ് കാറ്റഗറി. ഇത് കാര്യം സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് കാറ്റഗറിയിലെ എറേഴ്സ് നിങ്ങൾ ഒഴിവാക്കുക. ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ച് തരട്ടെ.
നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ റൂൾസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സിലെ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പറ്റുമെങ്കിൽ ചെയ്യും. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പോവല്ലോ. MILA, reinventing language education.